സ്കൂളുകളിലെ സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച് വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർമാർക്ക് കത്തയച്ചു. 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ സ്കൂബ ഡാൻസ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നത് സർക്കാർ വ്യക്തമാക്കിയ കാര്യമാണ്. വിസ്ഡം പോലെയുള്ള ഗ്രൂപ്പുകൾ വലിയ പ്രതിഷേധവും ഉയർത്തിയതാണ്. എന്താണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം? ശക്തമായ നടപടിക്കാണോ നിർദ്ദേശം? തീർച്ചയായും സജിത്ത്, സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു സുംബ ഡാൻസ്. ഇതിനെതിരെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം പരസ്യമായ വിമർശനം ഉന്നയിച്ച ആളും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറിയായ ടി.കെ. അഷ്റഫായിരുന്നു. അദ്ദേഹം പാലക്കാട്ട് PKM UP സ്കൂൾ എന്ന എടത്തനാട്ടുകരയിലെ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഈ സ്കൂളിലെ മാനേജർക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു നടപടി വേണമെന്നും തന്നെ പറയുന്നു. ഒപ്പം 4 പേജ് വരുന്ന കത്താണ് ഈ അധ്യാപകനും കാരണം കാണിക്കലിനായി അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നടത്തി. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് മാത്രമാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി അല്ല എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നത്. ഇതൊരു പക്ഷേ പുരോഗമനമായി കാണുന്നവരുണ്ടാവും, പക്ഷേ താൻ അത്തരത്തിലല്ല. ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്താലും തനിക്കതിൽ ഖേദമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അത് വലിയ ചർച്ചകൾക്ക് സമൂഹത്തിൽ വഴിതെളിച്ചിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും അനുകൂലിച്ചും വിമർശിച്ചുമൊക്കെ ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ താറടിക്കാനുള്ളതായിരുന്നു എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. സജിത്ത്, സ്കൂൾ വിസ്ഡം അധികൃതർക്കെതിരെ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ടി.കെ. അഷ്റഫിനെതിരെ വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെതിരെ നടപടിയെടുക്കണം എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അനീഷ്, ഈ ചില മതസംഘടനകൾ, ചില പ്രത്യേക ഗ്രൂപ്പുകളാണ് ഈ സ്കൂബ പദ്ധതി സ്കൂളുകളിൽ കുട്ടികൾക്ക് സ്കൂബ ഏർപ്പെടുത്തുന്ന നടപടിക്കെതിരെ രംഗത്ത് വന്നത്. എന്തായാലും സർക്കാർ ഇതിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു, ഇതിൽ പിന്നോട്ടില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരായ നടപടി വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പ്രതിഷേധം, എന്ത് തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് സാധ്യത? കാരണം ഇത് കൂടുതൽ പ്രകോപനപരമായ നീക്കമായി മാറാൻ സാധ്യതയുണ്ടോ? ഈ സർക്കാരിൻ്റെ നടപടികൾ സമൂഹത്തിൽ പരക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത്. സ്കൂളുകളിലാണെങ്കിലും വിദ്യാർത്ഥികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സുംബ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പുറത്തു വന്നു. സമൂഹ മാധ്യമങ്ങളടക്കം വിവിധയിടങ്ങളിലായുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഇടങ്ങളിൽ നിന്നും മാത്രമാണ് ഇതിനെതിരെ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് എന്ന ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗ് പോലുള്ള ആളുകളും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിനെ ഈ നഖശികാന്തം എതിർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കില്ല. കാരണം പൊതുസമൂഹത്തിൽ അത്രമാത്രം സ്വീകാര്യത ഈ പരിപാടിക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ അല്പവസ്ത്രധാരികളായി ഇടകലർന്ന് ഈ സംഗീതത്തിനൊപ്പം നൃത്തം വയ്ക്കുന്നു എന്നൊക്കെയുള്ള അടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങളാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. കാരണം കുട്ടികൾ പല സ്കൂളുകളിലും യൂണിഫോമിലാണ് ഈ സുംബ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രത്യേക യൂണിഫോമുകൾ പല സ്കൂളുകളും ഈ സുംബയ്ക്ക് വേണ്ടി കരുതിയിട്ടുമുണ്ട്. അല്പവസ്ത്രധാരികളൊന്നുമായല്ല, ഇടകലർന്നുമല്ല, സാധാരണ രീതിയിൽ എങ്ങനെ സ്കൂൾ മുന്നോട്ട് പോകുന്നു ആ രീതിയിൽ തന്നെയാണ്. ഒരു അസംബ്ലിക്കൊപ്പമുള്ള ഒരു പ്രത്യേക വർക്കൗട്ട് എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്നാണ് ഇതിനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ചില മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ എതിർപ്പ് വരുന്നെങ്കിൽ പോലും സമസ്തയിൽ നിന്നൊക്കെ പോലും എതിർപ്പുകൾ വരുന്നെങ്കിലും അവരൊക്കെ ആ എതിർപ്പിൽ ഉറച്ചു നിൽക്കാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്താതെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ വിസ്ഡം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വിസ്ഡത്തിലെ അഷ്റഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് പ്രതികരണമില്ല. വൈകുന്നേരം കോഴിക്കോട് വെച്ച് ഈ വിസ്ഡം യൂത്ത് അസോസിയേഷൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട്. അവിടെ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം എന്നത് അദ്ദേഹം പറയുന്നു. ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ പരിപാടികളൊക്കെ നടത്തി ഈ വിഷയം സജീവമായി ജനമധ്യത്തിൽ ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സുംബയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക യോഗം
കോഴിക്കോട്ട് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മറ്റ് ആളുകൾ സജീവമായി എതിർപ്പുമായി രംഗത്തില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. സർക്കാർ അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ അഷ്റഫിനെ എതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സജിത്ത്. യെസ്, എന്തായാലും അധ്യാപകൻ കൂടിയായ ഈ അഷ്റഫിനെതിരെ നടപടിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത നീക്കത്തിനെതിരാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാവരുത്, ഇത് വലിയ മതപ്രശ്നമായി മാറുമെന്ന ആക്ഷേപമൊക്കെ പൊതുവിൽ UDF അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി നിർദ്ദേശം കൂടി വരുന്നതോടെ ഇതിൽ പുതിയ വിവാദങ്ങൾക്കും ഇടവയ്ക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സൂംബ ഡാൻസ് പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണ് സർക്കാർ.